നമസ്കാരം. ഏഷ്യ കപ്പിൽ ഗ്രൂപ്പ് ബിയിൽ കാര്യങ്ങളിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അഫ്ഗാനിസ്ഥാൻ vs ബംഗ്ലാദേശ് മാച്ചിൽ അഫ്ഗാനിസ്ഥാൻ ഭംഗിയായിട്ട് പരാജയപ്പെട്ടു. ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആണെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന അഫ്ഗാനിസ്ഥാൻ, അതായത് ഇന്ത്യ vs അഫ്ഗാനിസ്ഥാൻ ഫൈനലൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അഫ്ഗാനിസ്ഥാൻ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഈ ഒരു പരാജയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനിയുള്ള ഒരു മാച്ച് വളരെ ക്രൂഷ്യലാണ് ഗ്രൂപ്പ് ബിയിൽ, അതായത് അഫ്ഗാനിസ്ഥാൻ vs ശ്രീലങ്ക. ഈ ഒരു മാച്ചിൽ അഫ്ഗാനിസ്ഥാൻ എന്ത് വില കൊടുത്തും വിജയിച്ചേ പറ്റൂ. ശ്രീലങ്ക വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് ക്വാളിഫൈ ആവും. ശ്രീലങ്ക ആൻഡ് ബംഗ്ലാദേശ് അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫൈ ആവും. ഇനി അഫ്ഗാനിസ്ഥാൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിജയിച്ചാൽ മാത്രം മതി, അവർ ക്വാളിഫൈ ആവും. ഇനി അഫ്ഗാനിസ്ഥാൻ വിജയിക്കുന്നത് ഒരു നല്ല മാർജിനിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിന് വീണ്ടും, അതായത് ശ്രീലങ്കയുടെ നെറ്റ് റൺ റേറ്റ് കുറയത്തക്ക രീതിയിലുള്ള ഒരു വലിയ മാർജിനിൽ അഫ്ഗാനിസ്ഥാൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ബംഗ്ലാദേശിന് ഒരു ചാൻസ് ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ബംഗ്ലാദേശ് കയറും എന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ ബംഗ്ലാദേശിന് കളിക്കാനായിട്ട്. എന്തായാലും ബംഗ്ലാദേശിന് ഇന്നലത്തെ ക്രിക്കറ്റ് അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് അവർ പവർ പ്ലേയിലെ ബാറ്റിംഗ് സൂപ്പറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പവർ പ്ലേയിൽ അവർ എനിക്കൊന്ന് 59 റൺസ് അടിച്ചു. 59 റൺസ് പവർ പ്ലേയിൽ അടിച്ചാണ് അവരുടെ ഒരു സ്കോറിൻ്റെ ഒരു 40% മേളിൽ അവർ പവർ പ്ലേയിൽ തന്നെ അടിച്ചു. അതിനുശേഷമാണ് ടോട്ടലി എനിക്കൊന്ന് 154-ന് 5 വിക്കറ്റ് എന്നുള്ളത് പറഞ്ഞൊരു ഡീസൻറ്റ് സ്കോറിലേക്ക്. ഈ ഒരു ഏഷ്യ കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാം 160-170 സ്കോറാണ്. ഇനി ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോഴറിയാം എത്ര മാത്രം സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. ബാക്കിയെല്ലാം ഒരു 150-160 ആ റേഞ്ചിലാണ്. എന്തായാലും 154 അതിനകത്ത് തൻസിദ് 52 അടിച്ചു. തൻസിദിൻ്റെ ഒരു പവർ പ്ലേയിലെ ബാറ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ ബംഗ്ലാദേശിന് വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കിയത്. നേരെ മറിച്ച് അഫ്ഗാനിസ്ഥാൻ ബാറ്റ് ചെയ്തപ്പോൾ നേരെ തിരിച്ചായിരുന്നു. അതായത് ഫസ്റ്റ് വിക്കറ്റിൽ തന്നെ ബംഗ്ലാദേശ് വിക്കറ്റ് ഇട്ടു, സദീഖുള്ള അട്ടലിന് വിക്കറ്റ് ഇട്ടു. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാൻ പ്രതിരോധത്തിലേക്ക് പോയി. അതിനുശേഷം പിന്നീട് ഗുർബാസ് ഒരു നല്ല രീതിയിൽ കളിച്ചു. അതുപോലെ തന്നെ ഒമർ സായി നല്ലൊരു ഇന്നിങ്സ് കളിക്കാനായിട്ട് ശ്രമിച്ചു. മൊത്തത്തിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ബാറ്റിംഗ്, പ്രത്യേകിച്ചും ചേസ് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം, അവരെല്ലാം അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണ്ട് വിരാട് കോഹ്ലിയൊക്കെ ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഒരു പ്രോപ്പർ കാൽക്കുലേഷൻ ഇങ്ങനെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുക. എത്ര റൺസ്, എത്ര ഓവർ, ഏതൊക്കെ ബോളേഴ്സ് ബോൾ ചെയ്യാനുണ്ട്, ഏതൊക്കെ സാഹചര്യം, പിച്ചിൻ്റെ കണ്ടീഷൻസ്, ഡ്യൂ, ഇതെല്ലാം മനസ്സിൽ ഓടിക്കൊണ്ടുള്ളൊരു കാൽക്കുലേഷൻ. ഇങ്ങനെയുള്ള ചേസ് ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീമിൻ്റെ മനസ്സിൽ ആ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അഫ്ഗാനിസ്ഥാനെ പോലുള്ള ടീമുകൾക്ക് ഇൻഎക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്തായാലും ആ ഒരു കാൽക്കുലേഷൻ്റെ മിസ്സിങ് നന്നായിട്ടുണ്ട്. നല്ല ബാറ്റ്സ്മാൻമാരുണ്ട്. ഇപ്പോൾ ഗുർബാസ് നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒമർ സായി നന്നായിട്ട് കളിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഔട്ടാവാണ്, അല്ല എല്ലാ ബോളും അടിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക്, അതായത് അവസാനം വന്നിട്ട് ഒരു 8 റൺസൊക്കെ മതി ഒരു ഓവറിൽ, എങ്കിൽ പോലും അവർ എല്ലാ ബോളും അടിക്കാനുള്ളൊരു മെന്റാലിറ്റിക്ക് നബി ഔട്ടായി, അടിച്ചൗട്ടായി. അതുപോലെ തന്നെ ഈ ഒമർ സായി അടിച്ചൗട്ടായി. അതിനുശേഷം റാഷിദ് ഖാൻ പിന്നെ ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് നല്ല സ്കോർ വേണമായിരുന്നു, ആക്സിലറേറ്റ് ചെയ്തേ പറ്റുമായിരുന്നു. അങ്ങനെ റാഷിദ് ഖാൻ ഔട്ടായി. ബംഗ്ലാദേശ് അടിപൊളിയായിട്ട് ഫീൽഡ് ചെയ്തു, നല്ല രീതിയിൽ ടൈറ്റായിട്ട് സ്പിന്നേഴ്സ് ബോൾ ചെയ്തു. ഫീൽഡിങ് ഒരു റൺഔട്ട്, ക്രൂഷ്യൽ ടൈമിലുള്ള റൺഔട്ട് കിടിലം ഫീൽഡിംഗ് ആയിരുന്നു. ആ ഫീൽഡിങ് അങ്ങനെ മൊത്തത്തിൽ ബംഗ്ലാദേശ് നല്ല സൂപ്പറായിട്ട് ക്രിക്കറ്റ് കളിച്ചു. അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു. എന്തായാലും അപ്പോൾ അവിടുത്തെ ഗ്രൂപ്പ് ബിയിലെ കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ബോളേഴ്സും, ബംഗ്ലാദേശിൻ്റെ ബോളേഴ്സും നന്നായിട്ട്, മുസ്തഫിസുർ റഹ്മാൻ നന്നായിട്ട് ബോൾ ചെയ്തു. അതുപോലെ 2 സ്പിന്നേഴ്സും അത്യാവശ്യം നന്നായിട്ട് എക്കണോമിക്കലായിട്ട് മിഡിൽ ഓവേഴ്സ് റണ്ണ് കണ്ടെയ്ൻ ചെയ്ത് പ്രഷർ ബിൽഡ് ചെയ്ത് ബോൾ ചെയ്തു. അതിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടിയത്. ഇപ്പോൾ ഏഷ്യ കപ്പിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ന് പാകിസ്ഥാൻ vs UAE മാച്ചുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് ക്രൂഷ്യലായിട്ടുള്ള ഒരു മാച്ചാണ്. ഇന്ന് എന്തായാലും ബോയ്ക്കോട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും അവർക്ക് ജയിച്ചേ പറ്റും. എന്തെങ്കിലും ഒരു അട്ടിമറി നടക്കുവാണെങ്കിൽ മൊത്തത്തിൽ നാണക്കേടായി പോകും. എന്തായാലും ഇന്നത്തെ മാച്ച് പാകിസ്ഥാൻ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം കിട്ടിയ ഇൻസൾട്ടിൻ്റെ ഒക്കെ ഒരു ഫയർ ഉണ്ടാവും. അപ്പോൾ അവർ എന്തായാലും സ്ട്രോങ് ആയിട്ട് വരും. UAE മിക്കവാറും ആ ദേഷ്യവും കല്ലും UAE തീർക്കാനാണ് ചാൻസ് കൂടുതൽ, അവർ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും ഇനി ഇന്ത്യക്ക് ഒരു അപ്രസക്തമല്ലാത്തൊരു മാച്ചുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താണ് അടുത്ത ഗ്രൂപ്പിലേക്കുള്ള ഏതൊക്കെ ടീമുകൾ, നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്താണ്, അല്ലെങ്കിൽ ഈ വരുന്ന ശനി ഞായറിലൊക്കെ ഉള്ള മാച്ചസ് എന്താണെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.